ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ചിക്കൻ കറായി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നത്. നമുക്കാദ്യം ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 170 ഗ്രാം തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ടർമറിക് പൗഡർ 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്. ഞാനിവിടെ 1200 ഗ്രാമിൻ്റെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ളതിന് ഗരം മസാല അല്ലാത്ത മറ്റെല്ലാ സ്പൈസസും ചേർത്ത് ഇതിനെ നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഗരം മസാല നമ്മൾ കറി റെഡി ആയിട്ട് ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലകളെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1 മണിക്കൂറത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കതിന് ശേഷം കറി തയ്യാറാക്കാം. ഇനി ഗ്രേവിക്ക് വേണ്ടത് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്, 5 ഗ്രാമ്പൂ, ഒരു ചെറിയൊരു കഷ്ണം പട്ട, വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, ഒരു 3 പച്ചമുളകും, പിന്നെ ഒരു 3 തക്കാളി ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. കറി തയ്യാറാക്കാൻ വേണ്ട ഓയിലാണ്. ഞാനിവിടെ ഓയിൽ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ടാണ്. അവരെ ഫുഡിലൊക്കെ കുറച്ച് തോനെ ഓയിൽ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഇത്തിരി കൂടുതൽ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായ നമുക്കതിനകത്തേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഒരു കളറ് ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. റെഡ് കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, അതൊന്ന് വാടിയാൽ മതി.
നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി പാത്രം അടച്ച് ഒരു 10 മിനിറ്റ് ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ തുറന്നപ്പോഴേ ചിക്കൻ എന്നുള്ള വെള്ളവും തൈരിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ചെറിയ തീയിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് പാത്രം തുറന്നിട്ടൊന്ന് ഇളക്കി നോക്കണം. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാത്രം തുറന്നിട്ട് ഇളക്കി കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഗരം മസാലയില്ലേ അതും ചേർത്ത് പാത്രം തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് ഗ്രേവി ഒന്ന് ടൈറ്റ് ആവുന്നത് വരെ ഒന്ന് വേവിക്കാം. കറി നമുക്ക് ചപ്പാത്തി, നാൻ, തന്തൂരി റൊട്ടി എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. പിന്നെ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയിക്കുകയും വേണം. ലാസ്റ്റ് ഇനി ഇതിനെ നമുക്ക് നീളത്തിൽ അരിഞ്ഞ ജിഞ്ചർ ഉപയോഗിച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം.